ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ധാവണി എങ്ങനെയാണ് സിമ്പിളായിട്ട് പ്ലീറ്റ് എടുത്ത് ഉടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇതാണ് ധാവണിയുടെ ഷോള്. ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതേപോലെ വേണം മടക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇടണം. ഇതേപോലെ ഞൊറിയിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ടോ? ഇതൊന്നും മുമ്പോട്ട് തള്ളി വരാൻ പാടില്ല. ഇതേപോലെ വേണം പ്ലേറ്റ് എടുത്ത് പിടിക്കാനായിട്ട്. കണ്ട, ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് നല്ല കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളിതിവിടെ ഒരു സെറ്റിപ്പിൻ കുത്തി വയ്ക്കണം. കണ്ടോ? അപ്പോൾ ഇത് അനങ്ങത്തില്ല. പിന്നെ അതുകൂടാതെ ഇവിടെയും കൂടെ ഒരു സെറ്റിപ്പിൻ കുത്തി വയ്ക്കും. നോക്കിക്കേ, ഇതേപോലെ ഇരിക്കും. ഇത്രയും വീതി മതി, ഇതിൽ കൂടുതലൊന്നും എടുക്കണം നമ്മൾ. എന്നിട്ട് ഇത് താഴെ വരെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് മടക്കി എടുക്കണം. ഇത് എവിടെയെങ്കിലും നമ്മളിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത് സൗകര്യമാണ്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. അല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ടിട്ട് ഇത് മോൾക്കാണ് ഉടുപ്പിച്ച് നോക്കുന്നത് കേട്ടോ. ഓൾറെഡി നമ്മളിവിടെ പിന്നൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ രണ്ടെണ്ണം കുത്തിയിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം കുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഉടുക്കുന്ന ആളുടെ ലെങ്ത് അനുസരിച്ചാണ് എന്തോരം ഇറക്കം വേണമെന്ന് നോക്കിയിട്ടാണ് ബാക്കി ചെയ്യുന്നത്. ഇതേപോലെ ഇവിടെ ഇത്ര ലെങ്തിൽ എടുക്കണം. നമുക്ക് ഓരോരുത്തർക്ക് എത്രയും ലെങ്ത് എന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം ഇവിടെയും കൂടി ഒരു പിന്ന് കുത്തി വെക്കണം. ഇവിടെ നമ്മൾ ഒരു പിന്ന് ആദ്യമേ തന്നെ കുത്തി വെക്കാൻ ഈ ബ്ലൗസുമായിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ കുത്തിയ ശേഷം നമ്മൾ ഈ പ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ബാക്കിൽ കൂടി ചുറ്റി വരുമ്പോൾ ഈ വശം ഉണ്ടല്ലോ, ഇതിവിടെ വി പോലെ കിടക്കണം. അത് നോക്കി വേണം നമ്മൾ ഈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അറ്റം കുത്തി വെക്കാനായിട്ട്. കണ്ട, ഇതിപ്പോൾ ഇവിടെ വി പോലെയാണ് കിടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ അറ്റം കൊണ്ടുവന്ന് ഇവിടെ വേണം കുത്താൻ. ഇവിടെ കുത്തണം. അകത്തുകൂടെ ഒരു പിന്നെടുത്ത് വേണം കുത്താനായിട്ട്. ഇതേപോലെ കുത്തിയിടണം. ഇത് ഇങ്ങനെ ഇട്ടാൽ മതിയാവും. ചിലരാണെങ്കിൽ ഇതേപോലെ പ്ലീറ്റ് ഇതേപോലെ ഇടും. ഇപ്പം ഇവർ അധികം വലിയ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ മതിയാവും. ഇതാണ് അതിൻ്റെ ഒരു ഭംഗി. ഈ വശം ഉണ്ടല്ല, ഇതേപോലെ ലൂസാക്കി ഇടണം. അല്ലാതെ ഇങ്ങനെ പിടിച്ചിടേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ടോപ്പിന് ഇതേപോലത്തെ ധാവണിക്ക് ഇത് മതിയാവും. ഇതേപോലെ ഫ്ലീറ്റ്, നമ്മളിവിടെ ഫ്ലീറ്റ് ഉണ്ടല്ലോ, ഈ ഫ്ലീറ്റിനനുസരിച്ച് ഇവിടെ ഒന്ന് നമ്മൾ കറക്റ്റാക്കി ഒന്ന് ഫ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ വശം ഇതേപോലെ കിടക്കും. കണ്ട, അവിടെ ഫ്രണ്ടിലിട്ട ഫ്ലീറ്റിനനുസരിച്ച് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇച്ചിരി ലൂസായിട്ട് കിടക്കും. ഇതിങ്ങനെ കിടന്നിട്ട് ഇതേപോലെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് കുത്തിയാൽ മതി. കണ്ട, അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഒരു വി ഷേപ്പ് കണ്ട, ഇതേപോലെ ഇരിക്കുന്ന ഫ്രണ്ട് വശവും. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മൾ വെയർ ചെയ്യാനായിട്ട്. ഈ ഫ്രണ്ട് വശം ഇതേപോലെ വി പോലെ വേണം കിടക്കാനായിട്ട്. ബാക്ക് കാണിക്കാം കേട്ടോ. ഈ വശമാണെങ്കിൽ ഇതേപോലെ ലൂസായിട്ട് വേണം കിടക്കാൻ. ഇതേപോലെ പിള്ളേർക്ക് ഉടുപ്പിച്ച് കൊടുത്ത് നോക്കിക്കോ കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടി ചെയ്യണേ.